ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യണ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷം ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പി സിയുടെ അകത്ത് നല്ലതായിട്ട് ചൂടാകുന്നുണ്ട്. ആകെ ഇതിനകത്തുള്ളത് ഈ കാണുന്ന എക്സോസ്റ്റ് ഫാനാണ്. ഈ കാണുന്ന എക്സോസ്റ്റ് ഫാൻ ഞാൻ ഇപ്പോൾ ഊരി വെച്ചേക്കുവാണ്. ബിക്കോസ് ഊരാൻ നല്ല പണിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ഊരാൻ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഊരണ്ടേന്നൊക്കെ കാണിച്ചു തരാം. ഈ പി സി ഉള്ളവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു എക്സോസ്റ്റ് ഫാൻ എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇൻടേക്ക് ആയിട്ടൊന്നുമില്ല. ആകെ ഇത് ഇൻടേക്ക് അടിക്കുമ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ നിന്നാണ് ഇൻടേക്ക് ആകുന്നത്. പക്ഷേ ഭയങ്കര ചെറുതായിട്ടേ ഇൻടേക്ക് ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്തായാലും ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇത് അതിൻ്റെ കാര്യം കേട്ടാ. അപ്പോൾ ഓക്കെ, ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. ഇത് ഹോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നോർമൽ യൂട്യൂബ് കാണുവാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ലൈറ്റായിട്ട് ഗെയിം കളിക്കുക, ഇപ്പോൾ വാലറന്റ് കളിക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് ഇവിടെയായിട്ട് ഈ ഒരു പാർട്ടിലായി ഒടുക്കത്തെ ചൂടാവും. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ ചെയ്തത്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അത് നന്നായിട്ട് അടിച്ച് കയറിയിട്ടുണ്ട്. 400 വ്യൂവേഴ്സ് കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ താങ്ക് യു. അപ്പോൾ ഈ സംഭവം നമ്മളിന്ന് ഈ എക്സോസ്റ്റ് ഫാൻ ഇൻടേക്ക് ആക്കാൻ പോവാണ്. ഇൻടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. ഇതെടുക്കുക, തിരിച്ചിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഡിസസംബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. മച്ചാമാരെ, ഇതാണ് ഇതിൻ്റെ അകംഭാഗം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഹൈപ്പർ-എക്സിൻ്റെ റാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതല്ല, ഞാനിത് മേടിച്ചിട്ടേക്കുക. ഇത് 16 GB റാമാണ്. പിന്നെ ഈ സംഭവങ്ങൾ കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഈസി ആവുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ, ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ഫാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ശരിക്കും ഇതിരിക്കുന്നത്. പക്ഷെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ പോവാണ്. ഇങ്ങനെ അതാകുമ്പോൾ എത്ര മാറ്റം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സംവഴി ഇവിടെ കൂടി എടുത്തിട്ട് ഡയറക്റ്റ് ഇതിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ CPU-ന് ഇത്രയും കൂടി കാറ്റ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നമുക്ക് വലിയ നോക്കി. ഇതൊക്കെ കണ്ട, കുറച്ച് പൊടിയുണ്ട്. ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ചെറിയൊരു ഇതുപോലത്തെ ബ്രഷ് എടുക്കുക. പിന്നെ ഇത് ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വട്ടം കറക്കി ക്ലീൻ ആക്കുക, അതൊന്നും പാടില്ല. ഇത് കണ്ട് ഈ സംഭവം ഊരിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം, ഇത് ഒരിക്കലും കറങ്ങാൻ പാടില്ല. ഇത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കറങ്ങി കഴിഞ്ഞാൽ നിങ്ങളിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഫാൻ ക്ലീൻ ആക്കുന്ന പോലെ കളയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ വാക്യൂം ക്ലീനർക്ക് പോലത്തെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു ചെറിയ ഇലക്ട്രിക് ഇങ്ങനെ നിങ്ങൾ വിൻഡ് മില്ല് കണ്ടില്ല, ഇങ്ങനെ കറങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആണ്, അതുപോലെ ജനറേറ്റ് ആവും. അപ്പോൾ ചെറിയ രീതിയിൽ ശരിക്കും ഈ ബാറ്ററിയിലാണ് ജനറേറ്റ് ആണ്. എങ്ങാനും മദർ ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ടായ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കുക. ഞാനൊക്കെ ഇത് ഇപ്പം ക്ലീൻ ആക്കുന്നതന്നെ ഈ സംഭവം ഒന്നില്ലെങ്കിൽ ഊരും, അല്ലെങ്കിൽ ഞാൻ എനിക്കിത് ഊരണ വലിയ താല്പര്യമില്ല. ബിക്കോസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, അറിയാവുന്നവർ ഊരിക്കഴിഞ്ഞ ശേഷം മാത്രം ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇങ്ങനെ വല്ലൊരു സെലോ ടാപ്പോ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പതുക്കെ ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ CPU തെർമൽ പേസ്റ്റ് ഇല്ലെങ്കിൽ ഊരരുത് ഈ സംഭവം ഫാൻ. ബിക്കോസ് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇത് എത്ര വർഷമായി ഇങ്ങനെ തെർമൽ പേസ്റ്റ് ഇല്ലാതിരിക്കുന്നതല്ല. പക്ഷെ എൻ്റെ കയ്യിൽ തെർമൽ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തെർമൽ പേസ്റ്റ് ആഡ് ചെയ്ത് മര്യാദ ക്ലീൻ ആക്കിയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് സ്റ്റോക്ക് കൂളറാണ്. ഇതൊന്നും ഇല്ല, എന്നാലും തെർമൽ പേസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഇത് ഊരണ്ട. ഇത് ഊരി കഴിഞ്ഞാൽ തെർമൽ പേസ്റ്റ് വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ ആ സമയം വരെ PC ഇങ്ങനെ വെറുതെ കണ്ടില്ല, ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ഇപ്പം ഞാൻ ക്ലീൻ ആക്കാൻ പോവാണ്. നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് കാണാം. ഭയങ്കരമായിട്ട് കറങ്ങാൻ പാടില്ല, ചെറുതായിട്ട് ഇറങ്ങി കുഴപ്പമില്ല. ഞാൻ മെയിൻലി ചെയ്യുന്നത് ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊടി തുടച്ചെടുക്കുക, അതാണ് ഞാൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ പതുക്കെ അതെനിക്ക് ക്ഷമയുള്ളൂ. ക്ഷമയില്ലാത്തവരോട് ഞാൻ പറയുകയാണ്, സെലോ ടാപ്പ് ഒടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഈ സംഭവം ഇവിടുന്ന് ഊരുക, എന്നിട്ട് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം, കണ്ടോ?
അതിൻ്റെ അകത്ത് പൊടി ഞാൻ പകുതിയും കളഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടോ? മാക്സിമം ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പി സി ഉള്ളവർ ശ്രദ്ധിക്കുക, കൂടുതലും പുതിയ പാർട്സ് മേടിച്ച് ഇതാക്കാം. പിന്നെ എൻ്റെ ഒരു നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ ഗ്രാഫിക്സ് കാർഡില്ല, ആകെ ഉള്ളത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത് തന്നെ. വാലറന്റ് എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ വാലറന്റ് എങ്ങനെ റെക്കോർഡിങ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ പണി പാളും. എന്താ ഇത് ഭയങ്കര ലാഗാവും. സോ അതാണ് ഞാൻ വാലറന്റ്, അത് നിങ്ങൾ അതിൻ്റെ അകത്തത് പൊടി ഞാൻ കാണിച്ചു തരാം. ഫോക്കസ് ആക്കടാ, ഇത് പൊടിയാണത് മുഴുവൻ. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തുടച്ച് പതുക്കെ മെല്ലെ തുടക്കുക. കണ്ടാ, അങ്ങനെ തുടച്ച് കളയുക. അപ്പോൾ ആ ഒരു ഭാഗമാണ് ക്ലീനായി കിട്ടി. അതാകുമ്പോൾ സി പി യുക്ക് അത്രയും നല്ലൊരു ഇതാണ്. പിന്നെ സി പി യുവിൻ്റെ ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി കാണിച്ചു തരാം. അതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതാണ് സി പി യു. തെർമൽ പേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചെറുതായിട്ട് അത് ഉണങ്ങിയെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് അവിടെ തെർമൽ പേസ്റ്റ് കാണുന്നുണ്ട്, കണ്ട? അയ്യോ, അത് ഉണങ്ങിപ്പോയേട്ടാ തെർമൽ പേസ്റ്റ്. ഇതാ ഇവിടെ കണ്ട, അതാണ് തെർമൽ പേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം അവിടെ കുറേ പൊടിയുണ്ട്. ഇതാണ് കണ്ട, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ ഒരു ഭാഗം മുഴുവൻ ഞാൻ ക്ലീൻ ആക്കി ഓൾറെഡി. നിങ്ങൾക്ക് നേരത്തെ ഇത്തിരി ബാക്ക്വേർഡ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് മുഴുവൻ ഞാൻ ക്ലീൻ ആക്കി. പിന്നെ ആകെ ക്ലീൻ ആക്കാനുള്ളത് ഇതൊക്കെയാണ്. ഇതിങ്ങനെ ക്ലീനാക്കി പതുക്കെ കൊടുക്കണം. കടാ പൊടി ഇങ്ങനെ പതുക്കെ ക്ലീനാക്കി. പിന്നെ കൂടുതൽ സി പി യുവിൻ്റെ ആ ഭാഗത്തോട്ട് എത്തിക്കാതെ നോക്കാം. ഞാൻ ഈ ആകെ ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി അതിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ല. തെർമൽ പേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്തായാലും പതുക്കെ, അപ്പോൾ ഇതൊക്കെ പതുക്കെ എടുത്ത് ശരിയാക്കി. അയ്യോ ഒന്നും ആയിട്ടുണ്ടാവില്ല. എനിക്ക് അങ്ങനെ കറങ്ങുമ്പോൾ പേടിയാണ്. ഞാൻ ഓൾറെഡി ഞാൻ ഒന്നില്ലെങ്കിൽ ഡിസേബിൾ ചെയ്തേക്കാം. ഇത്ര മതി. ഇപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ക്ലീനാക്കി. ഇനി ഇവിടെയൊക്കെ കുറച്ച് ക്ലീനാക്കാനുണ്ട്. അതൊക്കെ ഞാൻ ക്ലീനാക്കാനായിട്ട് കാണാം. അപ്പോൾ സോ നെക്സ്റ്റ് നമ്മൾ ഇതാണ് ക്ലീനാക്കേണ്ടത്. ഇത് ഓൾറെഡി ക്ലീനാക്കി ഞാൻ ഇപ്പോൾ ക്ലീനാക്കിയിട്ട് 1 മാസമായി. പക്ഷെ ഇപ്പോഴും അറ്റ്ലീസ്റ്റ് നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇത് ഊരിയിട്ടാണ് ക്ലീനാക്കുന്നത്, ബിക്കോസ് നമുക്ക് എന്തായാലും ഫ്ലിപ്പ് ചെയ്തിടണമല്ലോ. പിന്നെ ഇതുപോലത്തെ സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഫ്ലാഷ് ഇട്ട് കാണിച്ചിരുന്നല്ലേ. ഈ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ ഫാൻ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബുഷ് കണ്ടോ, ഈ സംഭവം പതുക്കെ പോരും. പക്ഷെ നിങ്ങൾ ഓവർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിപ്പ് ടൈ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുക. കണ്ടോ, പൊടിയാണ്. കണ്ടോ, ഇത് മുഴുവൻ ഇങ്ങനെ ക്ലീനാക്കി പതുക്കെ എല്ലാം ഇവിടെയൊക്കെ പൊടി കാണും. അതെല്ലാം ഒന്ന് മര്യാദ ക്ലീനാക്കി. വാക്യൂം ക്ലീനറിന് യൂസ് ചെയ്തത് ഞാൻ നേരത്തെ യൂസ് ചെയ്തതാണ് വാക്യൂം ക്ലീനർ. പക്ഷേ പിന്നെ എൻ്റെ ദോസ്ത് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാതെ നോക്കുന്നത്. ഒരു ചെറിയതായിട്ടൊരു പെർഫോമൻസ് കിട്ടും, അത്രേ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. പിന്നെ ഫാൻ തിരിച്ചിടുന്നതുകൊണ്ട് എങ്ങനെ പെർഫോമൻസ് അതിന് ഇതാവും എന്നൊന്നും എനിക്കറിയില്ല. M.2 സ്ലോട്ടൊക്കെ ഉണ്ട്, അതൊരു നല്ല കാര്യം. പക്ഷേ മണിയില്ല, അല്ലെങ്കിൽ ഞാൻ ഗ്രാഫിക്സ് കാർഡ് മേടിച്ചിട്ടാനെ. ഉണ്ട് എന്തും ജാമ്പാൻ കാലത്തൊന്നും അല്ല എന്തായാലും M.2ൻ്റെ. പിന്നെ ഇതൊക്കെ, പിന്നെ എനിക്കിവിടെ മറ്റേ വൈഫൈ കാർഡൊക്കെ ഇടാൻ പറ്റും. GPU ആണ് എനിക്ക് വേണ്ടത്, പക്ഷേ കിട്ടുന്നില്ല. സോ മച്ചാന്മാരെ, ഇതാ ഞാൻ തിരിച്ചിടാൻ പോവാണ്. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. അയ്യോ, ഇങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെയാണ് കറക്റ്റ്. ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഡസ്റ്റ് ചിലപ്പോൾ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് കൂളിങ് വേണമല്ലോ. ഇവിടെ ആയിട്ടൊരു ഫാൻ പോലും സെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ ചാരിതാ നമുക്കിവിടെ ഇങ്ങനെ ഇത് തിരിച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് ഇൻടേക്ക് ആയിട്ടാണല്ലോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫ്ലാഷ് ഇടാം. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇത് പിടിച്ച് നന്നായിട്ട് വലിക്കുക. ഇങ്ങനെ പൊട്ടിപ്പോകാത്ത രീതി വലിക്കണേ, പതുക്കെ വലിക്കുക. വരുന്നില്ലല്ലോ. ഓക്കെ, ഓക്കെ, അതുപോലെ തന്നെ എല്ലാം വലിക്കുക. പിന്നെ ഈ സംഭവം
തിരിച്ച് മര്യാദക്ക് കുത്തി വെക്കണം. ഇങ്ങനെ കുത്തിയാണ്, പക്ഷേ ലാസ്റ്റ് കുത്തിയാൽ മതി. ഇപ്പം കുത്തി കഴിഞ്ഞാൽ ചില ബെൻഡ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യണം. ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചില്ല. ഇതേപോലെ ഇതാ ഇവിടെ താഴെയായിട്ട് നമ്മൾ ഇവിടെ എടുക്കുക, നല്ലോണം വലിക്കുക. വരുന്നില്ല, നല്ലോണം നല്ല കൈവേന എടുക്കും. വേറെ കാര്യം കൈ പോയി അതൊക്കെ പറയാം. പിന്നെ ബാക്കി അതേപോലെ തന്നെ ചെയ്യുക. വീണ്ടും നമ്മൾ ഇത് കണക്ട് ചെയ്യണം. ഇതിവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ എന്താ കണക്ട് ആകാത്ത തിരിച്ച് 4 പിന്നുണ്ട്. 4 പിന്നും ബെൻഡാതെ തന്നെ കണക്ട് ചെയ്യണേ, അല്ലെങ്കിൽ ആരാണോ മേടിച്ചെന്ന് അവിടെ നിന്ന് നല്ല അടി കിട്ടും. അപ്പോൾ ഇങ്ങനെ മര്യാദക്ക് ഇവിടെ മര്യാദക്ക് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യുക, കണക്ട് ചെയ്യുക. കഴിഞ്ഞു. ഇതാണ് സംഭവം. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ മുഴുവനും ഇങ്ങനെ പതുക്കെ തുടച്ച് മാറ്റി, ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും ഈ പൊടികളൊക്കെ എടുത്ത് തുടച്ച് മാറ്റുക. എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇത് പോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യണ്ട, ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ് എല്ലാം. അപ്പോൾ എന്തായാലും ഇതാവും. എന്തായാലും ഇതെന്തായാലും ഓണാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണോ വലിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വെക്കും. അപ്പോൾ സംബന്ധിച്ചമാരെ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. പ്രൂഫിന് വേണ്ടി കണ്ടോ കാറ്റ് കയറുന്നുണ്ട്. പിന്നെ അത് ഇങ്ങനെ പ്രൂഫിന് വേണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി പോകും. ഇത് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇതാണ് പ്രൂഫിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എനിക്ക്. അങ്ങനെ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ റൂം ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാറ്റൊന്നുമില്ല, ആകെ ഇതിൻ്റെ കാറ്റ് മാത്രമേ ഉള്ളൂ. വേണ്ട ഇപ്പോൾ വേണ്ട, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അത് ചെറുതായിട്ടൊരു വൈബ്രേഷൻ കണ്ട ഇതിൻ്റെ ഇവിടെ, അതാണ് കാറ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പതുക്കെ എടുത്ത് കളയണം. പിന്നെ ഇത് ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ് എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം ഒരു ഫാൻ തിരിച്ചിടാനും പിന്നെ പൊടി തുടയ്ക്കാനും. അല്ലാണ്ട് പോയിട്ട് എന്തോ വലിയ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിലിരിക്കും. ചില വീടിൻ്റെ തട്ടും പുറത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരിയുടെ പുറത്ത്, അല്ലെങ്കിൽ വേസ്റ്റിൽ, ഇതിലെവിടെയും കിടക്കേണ്ടി വരും. ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡ്രൈവ്. അത് ചീത്തയാക്കി കഴിഞ്ഞാൽ ഹാർഡ് ഡ്രൈവ് മേ ബി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പൊട്ടത്തരം കാണിച്ചായിരുന്നു. പക്ഷേ ഇതുപോലത്തെ പൊട്ടത്തരം കാണിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, എല്ലാം ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ആക്കുക. എനിക്ക് ഈ സംഭവത്തിൻ്റെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കാണിക്കുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഒന്നില്ലെങ്കിൽ സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കാണിച്ചോ, അത് പ്രശ്നമില്ല. ഇപ്പം ഒരു പ്രശ്നമില്ല, PC ഓണായി. ഇപ്പോൾ സെറ്റാണ്. ഫ്ലാഷ് ഓഫ് ചെയ്താൽ ഇപ്പോൾ സെറ്റാണ്, PC ഓണായി. ഇനിയെല്ലാം ഒന്ന് കേബിൾ മാനേജ്മെൻറ്റ് ഇത്തിരി മര്യാദ ആക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, ക്ലീൻ ആക്കണ സമയത്ത് ഉറപ്പാണ്, ശരിക്കും പറയാണ്, ഈ സംഭവം എടുത്ത് ക്ലീൻ ആക്കിയാണ് സമയത്ത് ഇങ്ങനെ കറക്കി കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എനിക്കിനി വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്തായാലും ഇത് ഹെൽപ്ഫുള്ളാകും ചിലവർക്ക് ഹെൽപ്ഫുള്ളാവില്ല. ബിക്കോസ് എല്ലാവർക്കും ഇത് അറിയാം. പിന്നെ അറിയാത്തവർക്ക്, ബിക്കോസ് ഞാനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടാണ് കയറുന്നത് ഈ ഒരു PC ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ പഠിച്ചു തന്നെ സംഭവമൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതൊക്കെ മര്യാദക്ക് ക്ലീനാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ പൊളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ നന്നായിട്ട് ഒരു അത്യാവശ്യം കൂളായിട്ടുള്ളൊരു കാറ്റ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് ഫാൻ ഓഫ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതും കറക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാൻ ഓണാക്കി കഴിഞ്ഞാലും നന്നായിട്ട് കാറ്റ് വരും. അപ്പോൾ ആ കാറ്റും കൂടെ എടുത്തോളും. പിന്നെ AC ഓണാക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ, സൂപ്പറായിട്ട് കിട്ടും. ഇതൊക്കെ നന്നായിട്ട് തണുക്കും. സോ എന്തായാലും പിന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് തെർമൽ പേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം, നല്ലതാണ്. തെർമൽ പേസ്റ്റ് ഇല്ലാത്തവർ ഇത് തുറന്ന് നോക്കണ്ട. തെർമൽ പേസ്റ്റ് ഇല്ലാത്തവർ തുറന്ന് നോക്കണ്ട. തെർമൽ പേസ്റ്റ് ഉള്ളവർ തുറന്നിട്ട് അത്യാവശ്യം മുഴുവൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. PC നന്നായിട്ടിരിക്കും. അപ്പം
ഒരു ക്രാഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഉണ്ടാവും, നന്നായിട്ട് കൂളായിട്ടിരിക്കും. ഇതെനിക്ക് തെർമൽ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ തെർമൽ പേസ്റ്റ് മേടിക്കുവാണെങ്കിൽ ഞാൻ തെർമൽ പേസ്റ്റ് മേടിക്കണ ഒരു തെർമൽ പേസ്റ്റ് മേടിച്ചിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. പക്ഷേ ഇത് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റൂ ബിക്കോസ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്താനെ. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ എപ്പോൾ വരും എന്നറിയില്ല, ബിക്കോസ് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തായാലും ശരി, ടാറ്റ.